ബലക്ഷയം നേരിട്ട വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കുന്നതിനിടെ അപകടം. പാലക്കാട് കൊല്ലങ്കോട് നമ്പർ 1 വില്ലേജ് ഓഫീസിന് സമീപമാണ് സംഭവം. പൊളിച്ചു നീക്കാൻ ശ്രമിക്കുന്നതിനിടെ ടാങ്ക് ഇടിഞ്ഞ് വീഴുകയായിരുന്നു. അപകട സമയത്ത് നിരവധി വാഹനങ്ങളും ആളുകളും സമീപത്തുണ്ടായിരുന്നു. ഇതിനോട് ചേർന്ന വീടിന്റെ പിൻഭാഗവും മതിലും ഗേറ്റും തകർന്നു. സ്ഥലത്തുണ്ടായിരുന്ന വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞു വീണിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കിട്ടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മീങ്കര ഡാമിൽ നിന്നും കൊല്ലങ്കോടേക്ക് വെള്ളം വിതരണം ചെയ്യാനായി 92 മുതൽ നിർമ്മാണം ആരംഭിച്ച ഒരു വാട്ടർ ടാങ്കാണ്. അത് പലതവണ നിർമ്മാണം മുടങ്ങി. പിന്നീട് 2004 പൂർത്തിയായത്. അത് ഇപ്പോൾ ബലക്ഷയം നേരിട്ടു. ഒടുവിൽ പൊളിച്ചു നീക്കാനുള്ള ശ്രമത്തിനിടെ ഇങ്ങനെയൊരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആർക്കെങ്കിലും പരിക്കുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള വലിയ നാശനഷ്ടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ? പ്രജിത്ത്, പാലക്കാട് കൊല്ലങ്കോട് വില്ലേജ് ഓഫീസിന് സമീപത്ത് ഉള്ള വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റുന്നതിനിടെയാണ് വലിയ അപകടം ഒഴിവായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കുന്നതിൻ്റെ നടപടികൾ ആരംഭിച്ചത്. 1992 ഈ വാട്ടർ ടാങ്ക് നിർമ്മാണം ആരംഭിച്ചത്. തുടർന്ന് ഇതിൻ്റെ നിർമ്മാണം ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയും 2004 വാട്ടർ ടാങ്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. മീങ്കര ഡാമിൽ നിന്നുള്ള വെള്ളം ഈ ടാങ്കിലേക്ക് എത്തിച്ച് കൊല്ലങ്കോട് നഗരത്തിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ വെള്ളം വിതരണം ചെയ്യുക, കുടിവെള്ളം വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ടാങ്കിന് പിന്നീട് വലിയ രീതിയിൽ ബലക്ഷയം സംഭവിക്കുകയായിരുന്നു. അങ്ങനെ ബലക്ഷയം സംഭവിച്ചതോടുകൂടി ടാങ്ക് പൊളിച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു. ആ പൊളിച്ചു നീക്കുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ടാങ്കിന് ചുറ്റുമായിട്ടുണ്ടായിരുന്നു. പ്രദേശവാസികളാണെങ്കിലും അത് പൊളിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഈ വാട്ടർ ടാങ്ക് പൊളിഞ്ഞ് തകർന്ന് വീണത്. ആർക്കും അപായമില്ല. പക്ഷേ അവിടുത്തെ ഒരു വീടിൻ്റെ ഒരു ഭാഗം തന്നെ തകർന്നു പോവുകയുണ്ടായി. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൻ്റെ മതിലും ഗേറ്റും ഉൾപ്പെടെ തകരുകയും ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെ തകരുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഇത്രയും ആളുകൾ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു ദൈവാധീനം കൊണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലാണ് ഈ ഒരു അപകടം വലിയ രീതിയിൽ ഒഴിവായത്. ഈ വീടിൻ്റെ ഒരു ഭാഗം തകരുകയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് പാലക്കാട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.